ബാങ്കുകൾക്ക് നിങ്ങളുടെ എക്സിസ്റ്റിംഗ് ലോൺസിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഒരു പരിധിക്കുള്ളിൽ കുറയ്ക്കാൻ പറ്റാത്തതിന്റെ റീസൺ എന്താണെന്ന് നിങ്ങൾക്കറിയാം? മോസ്റ്റ് ഓഫ് ദ ബോറോവേഴ്സും ചിന്തിക്കുന്നത് അവർ കൊടുക്കുന്ന കൊളാട്രൽസിന്റെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ബാങ്ക്സ് അവർക്ക് ഫെസിലിറ്റി റിലീസ് ചെയ്യുന്നുള്ളതാണ്. അതുപോലെ തന്നെ അവരുടെ പ്രൈസിങ്ങും. പക്ഷെ അതൊരു തെറ്റായ ധാരണയാണ്. കാരണം ബാങ്കിന് ബാങ്കിന്റേതായ ഒരു റേറ്റിംഗ് ടൂൾ ഉണ്ട്. നമ്മൾ കൊടുക്കുന്ന കൊളാട്രൽസ് എന്താണെങ്കിലും ബാങ്കിന് അവരുടെ ഫിനാൻഷ്യൽസ് എക്സലന്റ് ആണെങ്കിൽ മാത്രമേ അവർക്കൊരു ഫൈൻ പ്രൈസ് ഓഫർ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഫിനാൻഷ്യൽസ് എത്രത്തോളം സ്ട്രെങ്തൻ ആക്കണോ അത്രത്തോളം ബാങ്കിന് അവരുടെ പ്രൈസിങ് കട്ട് ചെയ്യാൻ പറ്റും. ഫിനാൻഷ്യൽസിൽ ബാങ്ക് അസസ് ചെയ്യുന്ന ഒരുപാട് പാരാമീറ്റേഴ്സ് ഉണ്ട്. അങ്ങനത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അവരുടെ ടോപ്പ് ലൈൻ ഇൻക്രിമെന്റ്, അതേപോലെ തന്നെ അവരുടെ DSCR, പാറ്റ് മാർജിൻസ്. നമ്മളൊരു ബാലൻസ് ഷീറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ അവരുടെ ലിവറേജ്, ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ, അതുപോലെ തന്നെ അവരുടെ കറന്റ് റേഷ്യോസ്, സ്റ്റോക്ക് ഹോൾഡിംഗ് ഡേയ്സ്, ഡെപ്റ്റ് സൈക്കിൾ ഡേയ്സ്, ഇതെല്ലാം പ്രോപ്പർ ആണെങ്കിൽ മാത്രമേ ബാങ്കിന് നല്ല റേറ്റിംഗ് വരുള്ളൂ. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ബാങ്കിന് പ്രൊവിഷൻസ് ഉണ്ട് അവരുടെ ഓവറോൾ റേറ്റിംഗ് കട്ട് ചെയ്യാനും ഹയർ ലിമിറ്റ് സാങ്ഷൻ ചെയ്യാനും. ഇതെങ്ങനെ ആകണം അല്ലെങ്കിൽ ഒരു റേറ്റഡ് ഫിനാൻഷ്യൽസ് എങ്ങനെ ആകണം എന്നുള്ളതാണ് ലീഡ് സ്ക്വയർ ഓരോ ക്ലയന്റിനും കൊടുക്കുന്ന ഗൈഡ് ലൈൻസ്.